സെക്രട്ടേറിയറ്റിലെ വിവാദ ഓഫീസ് പരിഷ്കരണം നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കത്ത് പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടപടിയെടുത്തിരിക്കുന്നത്. പരിഷ്കരണത്തിന്റെ മറവിൽ ഫയലുകൾ മുക്കാൻ നീക്കമെന്നായിരുന്നു പ്രധാന ആരോപണം. പെരുമാറ്റച്ചട്ട ലംഘനം ചട്ടം അവസാനിക്കുന്നതുവരെ പരിഷ്കരണം നിർത്തിവച്ചതായി IT വകുപ്പും അറിയിച്ചിരിക്കുന്നു. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ ഓഫീസ് പരിഷ്കരണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഫയലുകൾ മുക്കാനുള്ള സർക്കാരിന്റെ അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ജിൽസി, സെക്രട്ടേറിയറ്റിലെ ഫയലുകളെല്ലാം നീങ്ങുന്നത് ഓഫീസ് സംവിധാനം വഴിയാണ്. ആ ഓഫീസിൽ പരിഷ്കരണം നടത്താനായിട്ടാണ് പൂർണ്ണമായും ആ സംവിധാനം നിർത്തിവെക്കുന്ന ഒരു നിലയിലേക്കുള്ള തീരുമാനം IT വകുപ്പ് കൈക്കൊണ്ടത്. ഇതാണ് വലിയ വിവാദമായത്. കാരണം ഈ ഫയലുകൾ നീങ്ങുന്നത് അത് മറ്റേതെങ്കിലും തരത്തിൽ ആളുകൾ പുറത്തറിയുകയോ ഒന്നും ചെയ്യാതെ തന്നെ സാധാരണ നിലയിലുള്ള ഫയൽ നീക്കത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഉദ്ദേശത്തോടെയുള്ള നടപടികളൊക്കെ സർക്കാരിന് കൈക്കൊള്ളാൻ കഴിയുന്ന നിലയിലായിരുന്നു ആ പരിഷ്കരണത്തിലേക്ക് കടക്കാനുള്ളൊരു തീരുമാനം. അങ്ങനെയാണിത് വിവാദമായത്. പലതരത്തിലുള്ള വിവാദ ഫയലുകളും അത് മുക്കി പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഓഫീസ് സംവിധാനത്തിൻ്റെ പരിഷ്കരണത്തിലേക്ക് കടക്കുകയും ഓഫീസ് സംവിധാനം പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്തത് എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആ വിമർശനം ഉന്നയിക്കുകയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ ഓഫീസ് സംവിധാനം നിർത്തിവെച്ച നടപടി നിർത്തിവെക്കാൻ, അത് ഒഴിവാക്കാൻ ഉള്ള ഒരു നിർദ്ദേശം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ IT വകുപ്പ് ഈ ഓഫീസ് സംവിധാനത്തിൻ്റെ പരിഷ്കരണം അത് നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. നിലവിൽ ഈ ഓഫീസ് സംവിധാനം പരിഷ്കരണം നിർത്തിവെച്ച സാഹചര്യത്തിൽ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് തന്നെ പൂർണ്ണമായും മാറുകയാണ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും സർക്കാരിൻ്റെ അവസാന ദിവസങ്ങളാണ്, തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതോടുകൂടി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യും. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസം ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് താല്പര്യമുള്ളതോ ആയ ഫയലുകൾ ഒക്കെ പെട്ടെന്ന് തന്നെ തീർപ്പ് കൽപ്പിക്കാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമായിരുന്നു എന്തായാലും ഈ ഫയലിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്നുള്ളതാണ് വിവാദമാവുകയും അതിനെതിരെയുള്ള വിമർശനം ഉയരുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ പെരുമാറ്റച്ചട്ടം കൂടി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ഓഫീസ് സംവിധാനത്തിൻ്റെ പരിഷ്കരണം അത് നിർത്തിവെച്ചിരിക്കുന്നത്. ജിൽസി, ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ അടക്കം പ്രതിഷേധം ഉയർന്ന ഒരു പശ്ചാത്തലത്താണ് ഈ ഓഫീസ് പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്.